പവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടകാചാര്യൻ NN പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി. നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ആദ്യാനുഭവമെന്ന് സിനിമാ താരം ജോജു ജോർജ്. കടന്നപ്പള്ളിയെ ദുഃഖത്തിലാഴ്ത്തി നാടകവണ്ടി ദുരന്തം. കടന്നപ്പള്ളി തെക്കേക്കര റെഡ് സ്റ്റാർ സംഘടിപ്പിച്ച നാടകോത്സവത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിച്ചു മടങ്ങിയവർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ ഒരുങ്ങി പയ്യന്നൂർ. കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് 40 വിദ്യാർത്ഥിനികൾ അണിനിരന്ന മെഗാ തിരുവാതിരയും കലോത്സവത്തിന് പ്രൗഢി കൂട്ടാൻ ഘോഷയാത്രയും നടന്നു. ചെറുകുന്ന് പള്ളിക്കരയിലും പുലിയെ കണ്ടതായി അഭ്യൂഹം. പുലിയെ കണ്ടെന്ന് പ്രദേശവാസിയായ മത്സ്യത്തൊഴിലാളി. വെള്ളോറ കക്കറയിൽ വളർത്തുനായയെ പുലി ആക്രമിച്ച നിലയിൽ. 2 പരിശോധന നടത്തി വനം വകുപ്പ് അധികൃതർ. ന്യൂസ് അവർ വിശദമായി പരിശോധിക്കാം. നാടകാചാര്യൻ NN പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി. നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ആദ്യാനുഭവമെന്ന് സിനിമാ താരം ജോജു ജോർജ്. നാടകാചാര്യൻ NN പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ജോജു ജോർജ്. ഗ്രാമങ്ങളിൽ നിന്ന് പോയി മടഞ്ഞ കൂട്ടായ്മ തിരിച്ചുപിടിച്ചതാണ് മാണിയാട്ട് നാടകം കാണാൻ ആയിരങ്ങൾ ദിവസങ്ങളോളം എത്തുന്നതിന്റെ അടിസ്ഥാന കാരണമെന്നും ജോജു ജോർജ് പറഞ്ഞു. ഇത്രയും ആളുകൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെവിടുന്നില്ല, കാര്യങ്ങളൊക്കെ നടക്കണ്ട. പക്ഷെ അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി ചേരുന്നത് അത് ഒരുപാട് പേർക്ക് ഗുണമാവും തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഗുണമായിട്ടുള്ള ഒരാളാണ് ഞാൻ. 11ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ബാലേട്ടൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഇവർ രണ്ടും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ജോജുവിൻ്റെ കൂടെ ഇവിടെ എത്തിയത്. ശ്രീ NN പിള്ള സാറിന്റെ നാമത്തിലുള്ള ഈ നാടക മത്സരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള NN പിള്ള സ്മാരക അവാർഡ് പയ്യന്നൂർ മുരളി ഏറ്റുവാങ്ങി. സിനിമാ നടൻ ബോബി കുര്യൻ, E കുഞ്ഞിരാമൻ, PP കുഞ്ഞികൃഷ്ണൻ, PP പ്രസന്നകുമാരി, K മോഹനൻ എന്നിവർ സംസാരിച്ചു. 22-ന് സമാപന ചടങ്ങിൽ കലാഭവൻ ഷാജോൺ പുരസ്കാരം ഏറ്റുവാങ്ങും. 8 മത്സര നാടകങ്ങളും NN പിള്ളയുടെ കണക്ക് ചെമ്പകരാമൻ പ്രദർശന നാടകമായും കോറസ് കലാസമിതി അവതരിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളിയെ ദുഃഖത്തിലാഴ്ത്തി നാടകവണ്ടി ദുരന്തം. കടന്നപ്പള്ളി തെക്കേക്കര റെഡ് സ്റ്റാർ സംഘടിപ്പിച്ച നാടകോത്സവത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിച്ചു മടങ്ങിയവർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി നാടക സംഘം സഞ്ചരിച്ച ബസ് കേളകത്തിന് സമീപം മലയാമ്പടി എസ് വളപ്പിൽ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു.
എളുപ്പമില്ല. വണ്ടിയുണ്ട് കുത്തനെ പറഞ്ഞിട്ട് ബസ് 14 ആൾ കൊണ്ടുപോയിട്ടുണ്ട്. റൂട്ട് മാറിയിട്ട് അപകടത്തിൽ കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത്. 12 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. കടന്നപ്പള്ളി തെക്കേക്കര റെഡ് സ്റ്റാർ സംഘടിപ്പിച്ച നാടകോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ വനിതാ മെസ് എന്ന നാടകം അവതരിപ്പിച്ച ശേഷം കടന്നപ്പള്ളിയിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഇന്നലെ നാടകം അവതരിപ്പിച്ച കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിൻ്റെ മിനി ബസ് ഇരിട്ടിക്കടുത്ത് വെച്ച് മറയുകയും ആ നാടകത്തിലെ 2 പ്രിയപ്പെട്ട കലാകാരികൾ അഞ്ജലിയും ജെസ്സി മോഹനും ഈ ലോകത്തോട് വിട പറഞ്ഞതും അറിയാനിടയായി. വളരെയധികം സങ്കടം നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. റെഡ് സ്റ്റാർ കടന്നപ്പള്ളി തെക്കേക്കരയാണ് ഈ നാടകോത്സവം സംഘടിപ്പിച്ചത്. നമ്മുടെ അഭ്യർത്ഥന മാനിച്ചാണ് കായംകുളത്ത് നിന്ന് അവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ അവതരിപ്പിച്ച നാടകം ഏറ്റവും മികച്ചതായിരുന്നു. ചിലപ്പോൾ ഒരു 5-6 വേദികൾ മാത്രമേ ആ നാടകം അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇത് കേരളം മുഴുവൻ 100 കണക്കിന് വേദികളിൽ അവതരിപ്പിക്കേണ്ട അതിശക്തമായ ഒരു പ്രമേയം ഉൾക്കൊള്ളുന്ന നാടകമായിരുന്നു. ഈ 2 പേരുടെയും പ്രകടനം മികച്ചതായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പയ്യന്നൂർ ഒരുങ്ങി. കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിലെ 40 വിദ്യാർത്ഥിനികൾ അണിനിരുന്ന മെഗാ തിരുവാതിരയും കലോത്സവത്തിന് പ്രൗഢി കൂട്ടാൻ ഘോഷയാത്രയും നടന്നു. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിന്റെ മണ്ണ് വേദിയാകുമ്പോൾ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. നവംബർ 19 മുതൽ 23 വരെ പയ്യന്നൂർ നഗരത്തിൽ ഒരുക്കിയ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിലെ 40 വിദ്യാർത്ഥിനികൾ അണിനിരന്ന മെഗാ തിരുവാതിര പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂൾ അങ്കണത്തിൽ നടന്നു. നിരവധി ആളുകളാണ് മെഗാ തിരുവാതിര കാണുവാനായി എത്തിച്ചേർന്നത്. ഏറ്റവും മുന്നിൽ റോളർ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് കുട്ടികളും തൊട്ടുപിന്നിൽ സംഘാടക സമിതി അംഗങ്ങളും മുത്തുകുടയും വാദ്യമേളങ്ങളും JRC NSS SPC വിദ്യാർത്ഥികളും മറ്റും അണിനിരന്ന ഘോഷയാത്ര കലോത്സവത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്നതായി. 15 ഉപജില്ലകളിൽ നിന്നും 10,000-ഓളം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് കലോത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 14 വ്യാഴാഴ്ച എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമാപനം നവംബർ 20 മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നടക്കും. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സർക്കിൾ തല ഉദ്ഘാടനവും സെമിനാറും ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 1969 നമ്മളെല്ലാവരും കൈകാര്യം ചെയ്യുന്ന സഹകരണ നിയമത്തിൽ സമഗ്ര ഭേദഗതി കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയും ആ ഭേദഗതി നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ള സമീപകാലമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സെലക്ട് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാനടക്കമുള്ളത്. ഞങ്ങളുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സഹകരണ മേഖലയെക്കുറിച്ച് കേരളത്തിന്റെ അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ V രാമകൃഷ്ണൻ ഉപഹാര വിതരണം നിർവഹിച്ചു. തളിപ്പറമ്പ് സഹകരണ യൂണിയൻ സർക്കിൾ ഓഫീസർ അജിത E, KK ഗംഗാധരൻ, KP കുമാരൻ, KC ഹരികൃഷ്ണൻ മാസ്റ്റർ, അനിൽകുമാർ CK, സുനിൽകുമാർ V, K ജയരാജ തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ സ്ഥാപനങ്ങളിൽ നവീകരണം, മികച്ച ഭരണം, മികച്ച സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ICM കണ്ണൂർ ഡയറക്ടർ സക്കീർ ഹുസൈൻ വിഷയാവതരണം നടത്തി. കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ E രാജേന്ദ്രൻ മോഡറേറ്ററായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് പള്ളിക്കര മുട്ടിൽ ഷട്ടർ പാലത്തിന് സമീപം പുലിയെ കണ്ടതായി അഭ്യൂഹം. മത്സ്യത്തൊഴിലാളിയാണ് പുലിയെ കണ്ടതായി പറയുന്നത്. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളൊന്നും കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളായ നിശാന്ത് പോൾ പുലിയെ കണ്ടതായി പറഞ്ഞത്. പള്ളിക്കര പുഴയുടെ ഭാഗത്ത് രാവിലെ മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങുമ്പോൾ പുലി റോഡ് മുറിച്ച് കടന്ന് ചതുപ്പ് പ്രദേശത്തേക്ക് പോകുന്നത് കണ്ടു എന്നാണ് നിശാന്ത് പറഞ്ഞത്. ഞാൻ രാവിലെ ഇന്നലെ രാത്രി വലയിട്ടില്ല. ആ വലയിൽ മീനെടുക്കാൻ വരുമ്പോൾ ഞാൻ മീനെടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാന്, ഈ റോഡ് വഴി ഇങ്ങോട്ടേക്ക് വരാന്. അപ്പോൾ ഒരു പുലി തന്നെ എനിക്ക് തോന്നി എടുത്ത് തുള്ളി, ഇപ്പുറത്ത് തോട്ടിലേക്ക് തുള്ളി. പെട്ടെന്ന് കാട് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. കുറച്ച് അങ്ങോട്ട് കയറും അതിൻ്റെ തല ഞാൻ കണ്ട്, വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ തല ഞാൻ കണ്ട്. പിന്നെ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ടാണ് അപ്പുറത്തെ കാട്ടിലേക്ക് പോയി. ഏകദേശം പുലിൻ്റെ തലയാണ്. നാട്ടുകാർ ചേർന്ന് കണ്ണപുരം പോലീസിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ പുലിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന കാൽപ്പാടുകളോ മറ്റു ലക്ഷണങ്ങളോ വനം വകുപ്പിന് കണ്ടെത്താനായില്ല. പഞ്ചായത്ത്, വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഓരോ ഭാഗത്തും പിന്നെ ഇപ്പം ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് പുലിനെ കണ്ടു എന്നുള്ള വിവരം വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു വാസ്തവാണോന്ന് സംശയം ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് കുറേ പട്ടികളെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് കാണുന്നില്ല എന്നുള്ള ഒരിതും പറയുന്നുണ്ട്. അപ്പോൾ പുലി പിടിച്ചതാണോ എന്നുള്ളൊരു സംശയമാണ് ഈ ഭാഗത്തുള്ള പരിസരവാസികൾക്കുള്ളത്. നിലവിൽ പ്രദേശത്തുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ C പ്രദീപൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PP രാജീവൻ, M വീണ, അനിൽ തൃച്ചംബരം, ഷാജി ബക്കളം തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. താവം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് മുന്നിലെ റോഡിൽ നിന്നും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നിടത്തെ താഴ്ച രോഗികൾക്ക് ദുരിതമാവുന്നു. വാഹനങ്ങൾ റോഡിലേക്ക് കയറുന്നതും ആശുപത്രിയിലേക്ക് വരുന്നതും ഏറെ പ്രയാസപ്പെട്ടാണ്. താവം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് മുന്നിലെ റോഡിൽ നിന്നും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നിടത്തെ താഴ്ചയാണ് രോഗികൾക്ക് ദുരിതമാവുന്നത്. വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടേക്ക് വരുന്നതും റോഡിലേക്ക് കയറുന്നതും. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോ തുടങ്ങിയ വാഹനങ്ങളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത്. റോഡ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഇക്കാര്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും അന്ന് നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. പ്രായമായവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നത്. ആശുപത്രിയിലേക്ക് ഇറങ്ങുന്ന റോഡ് ആ ഡിപ്പ് അത് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം രോഗികളും കൊണ്ട് ആശുപത്രിയിൽ ഇറങ്ങുന്ന സമയത്തും രോഗികളുടെ പിന്നെ മെയിൻ റോഡൊക്കെ കയറുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിപ്പ് കാരണം. അപ്പോൾ അതിന് വേണ്ടുന്ന ശാശ്വത പരിഹാരം എന്തെങ്കിലും പിന്നെ ശാശ്വത പരിഹാരം കാണും എന്നാണ് പറയാനുള്ളത്. ദിവസേന നിരവധി രോഗികൾ എത്താറുള്ള ആശുപത്രിയാണിത്. ഇവിടുത്തുകാർ നടന്നു പോകുന്നതും ഈ റോഡരികിലൂടെയാണ്. രോഗികളുടെ ദുരിതം കണക്കിലെടുത്ത് അധികൃതർ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 15 വർഷങ്ങൾക്ക് ശേഷം ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുന്ന ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അതിലൊരു കൃത്രിമത്വം പാടില്ല. വളരെ കൃത്യമായൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിനിപ്പോൾ എത്ര പറഞ്ഞാലും നമ്മുടെ നാട്ടിലിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് പരിപൂർണമായും ജൈവം എന്ന നിലയിലേക്കൊന്നും എത്തിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ നാടിൻ്റെ കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ചപ്പോൾ പറ്റാവുന്ന തലത്തിലെല്ലാം ആയി എന്നതാണ് ഇവിടെ കാണുന്ന ഈ മനോഹരമായ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിവകുപ്പിന്റെ പദ്ധതി അധിഷ്ഠിത സ്ഥാപന പച്ചക്കറി കൃഷി എന്ന സ്കീം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് 50 സെന്റോളം വരുന്ന പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. മുച്ചിലോട്ട് പരിസരത്ത് നടന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ മനോഹരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ, MV രവി, ലക്ഷ്മണൻ, MC കമലാക്ഷി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് 40ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടന്നു. KNSSPS സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് 40ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ BKM ജംഗ്ഷൻ OPM ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ KP കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്നു. KSSPS സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു വാർഷിക റിപ്പോർട്ടും വനജലം അവതരിപ്പിക്കണം എന്നുള്ള തീരുമാനമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ നിയോജകമണ്ഡലങ്ങളും അതുപോലെ തന്നെ മണ്ഡല സമ്മേളനം സാധാരണഗതിയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ നടത്തുന്നത് സമ്മേളനത്തിന്റെ അവസാനം എല്ലാവരും പോയതിനു ശേഷം സെക്രട്ടറി അദ്ദേഹം തയ്യാറാക്കിയ ബൃഹത്തായ വാർഷിക റിപ്പോർട്ട് ഒഴിഞ്ഞ കസേരയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ആരും ചർച്ച ചെയ്യാനുണ്ടാവില്ല. എന്താണ് വനജല കണക്കിനെ സംബന്ധിച്ച് ചർച്ചയില്ല. എന്താണ് എന്ന് ഒരംഗത്തിന് പോലും അറിയില്ല. എന്താണ് നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ സ്ഥിതി, സാമ്പത്തിക സ്ഥിതി എന്താണ്, എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഒരു വർഷത്തെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അച്ചടിച്ച് വിതരണം ചെയ്ത് തന്നിട്ടില്ല. പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് C കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV ഗോപിനാഥൻ, UK സുരേന്ദ്രൻ, NV രാഘവൻ, TV ഗിരിജ ടീച്ചർ, UK സുരേന്ദ്രൻ, K ജയരാജ്, KK ഫൽഗുനൻ, K മോഹനൻ, KV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KSSPS സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് T കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. VT കുഞ്ഞപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വളർത്തുനായയെ പുലി ആക്രമിച്ച നിലയിൽ വെള്ളോറ കക്കരയിലെ KE ജനാർദ്ദനന്റെ വീട്ടിലെ വളർത്തുനായയാണ് വ്യാഴാഴ്ച വൈകുന്നേരം പുലി ആക്രമിച്ചത്. സ്ഥലത്ത് വനം വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. പുലിഭീതി നിലനിൽക്കുന്ന വെള്ളോറ പരിസര പ്രദേശത്ത് വളർത്തുനായയെ പുലി ആക്രമിച്ചു. കക്കരയിലെ KE ജനാർദ്ദനന്റെ വീട്ടുമുറ്റത്തെ കൂട്ടിൽ വളർത്തുന്ന നായയെയാണ് വ്യാഴാഴ്ച വൈകുന്നേരം പുലി ആക്രമിച്ചത്. നായയുടെ ഇരു കൈയുടെയും മുകൾ ഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട്. ഇന്നലെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിനി. 2:15 3 മണി വരെ അങ്ങനെ ഡോർ അടച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം ഡോർ അടച്ചിട്ട് 3:45 വീണ്ടും തുറന്നു നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഇത് പോയ വഴിയും കാണാനുണ്ട്. 2 കൈ കൊണ്ടും ഇതിനെ പിടിച്ചതായിട്ട് പാട് ഇത് കാണുന്നു. പിന്നെ ഫോറസ്റ്റുകാർ അറിയിച്ചു. വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ സമീപ പ്രദേശത്ത് കൂട്ടിൽ കയറി ആടിനെയും വളർത്തുനായയെയും പുലി കൊന്നിരുന്നു. പുലിയെ പിടികൂടുന്നതിനായി അനിക്കമ്പാറയിൽ വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കേരള ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ സബ് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ചുമട്ടുതൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, തൊഴിൽ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ സബ് ഓഫീസിനു മുന്നിൽ
ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത ആ കാര്യത്തിനനുസരിച്ച് കേരളത്തിന്റെ മറ്റ് പല മേഖലകളിലും, വ്യവസായ മേഖലകളിലായാലും മറ്റേത് മേഖലകളിലായാലും ദിനംപ്രതി അവരുടെ കൂലിയും വേതനവും വർദ്ധിക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ട ചുമട്ട് തൊഴിലാളികളുടെ കൂലിയും വേതനവും വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്താണ് ഇത്ര താമസം? NV വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ EG ഗംഗാധരൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KV മോഹനൻ, M നാരായണൻ, M രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാട്ടൂൽ MUP സ്കൂളിലെയും ഹിദായത്ത് നഴ്സറിയിലെയും 1000 വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സ്കൂളിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി മാട്ടൂൽ MUP സ്കൂളിൽ നടന്ന വർണ്ണോത്സവം ശ്രദ്ധേയമായി. പ്രകൃതിയും ഉത്സവങ്ങളും എല്ലാം വരയിൽ തെളിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് 1000-ലധികം ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രങ്ങൾ വരച്ചതെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ PV പ്രസാദ് പറഞ്ഞു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി മാട്ടൂൽ MUP സ്കൂളിലെ വിദ്യാർത്ഥികൾ 1000 വർണ്ണങ്ങൾ 1000 ചിത്രങ്ങൾ എന്നാണ് 1000 കുട്ടികൾ ചേർന്നുള്ള വർണ്ണോത്സവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാലയത്തിലെ 903 കുട്ടികളും നഴ്സറി വിദ്യാർത്ഥികളും അടങ്ങി 1022ഓളം കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. P ശ്രീധരൻ, ഖാലിദ് ഹാജി PP, P മനോജ്, അബ്ദുൽ കലാം AKS, അബ്ദുൽ ഖാദർ M, ഷമീൽ KC എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വായനയുടെ വ്യാപനവും വൈപുല്യവും ലക്ഷ്യം വെച്ച് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ പദ്ധതിയായ വായനായനത്തിന്റെ ഉദ്ഘാടനം 17-ന് നടക്കും. എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത്ത് ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ പദ്ധതിയായ വായനായനത്തിന്റെ ഉദ്ഘാടനം നവംബർ 17-ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് ഷെണായി സ്ക്വയറിൽ എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. നോവലിസ്റ്റ് R രാജശ്രീ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV വത്സല, PP ഷാജർ, പയ്യന്നൂർ താലൂക്കിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. താലൂക്ക് തലത്തിൽ TI മധുസൂദനൻ ചെയർമാനും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ ജനറൽ കൺവീനറുമായ സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. താലൂക്ക് തല സംഘാടക സമിതിക്ക് കീഴിൽ 12 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 250 വായനശാലകളിലും സംഘാടക സമിതികൾ രൂപീകരിച്ചാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത്. ഓരോ വായനശാലകളിലും 10 വീതം വായനാ വീടുകൾ ഉണ്ടാകും. ഓരോ വായനാ വീടുകളിലും മാസത്തിൽ ഒരു പുസ്തക ചർച്ചയിലൂടെ പ്രതിമാസം 2500 പുസ്തക ചർച്ചകൾ നടത്തി 6 മാസത്തിനുള്ളിൽ 15000 ചർച്ചകളാണ് ലക്ഷ്യമിടുന്നത്. ഒരു വായനാ വീട്ടിൽ കുറഞ്ഞത് 30 മുതൽ 50 പേർ വരെ പങ്കാളിത്തമുണ്ടാകും. ഉദ്ഘാടന പരിപാടിക്ക് മുൻപ് 2:30 മുതൽ ജോയ് മാസ്റ്റർ പിലാത്തറ അവതരിപ്പിക്കുന്ന സുഗമ സംഗീതം നടക്കും. വാർത്താ സമ്മേളനത്തിൽ TI മധുസൂദനൻ MLA, K ശിവകുമാർ, K ദാമോദരൻ, വൈക്കത്ത് നാരായണൻ, MK രമേഷ് കുമാർ, YV സുകുമാരൻ, VV ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 17-ാമത്തെ വയസ്സിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി സ്വന്തമായി ഒരു കരാട്ടെ പരിശീലന കേന്ദ്രം തുടങ്ങി വിജയവഴിയിലേക്ക് നീങ്ങുകയാണ് കരിവെള്ളൂർ പേരളത്തെ PV ഹരിനന്ദന നായർ. പേരളം അമ്പലം റോഡിൽ പ്രവർത്തിക്കുന്ന ഹരിനന്ദനയുടെ JSKA എന്ന പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ഇതിനകം തന്നെ പലരും ജില്ലാ സംസ്ഥാന തലത്തിൽ വിജയകിരീടം ചൂടിക്കഴിഞ്ഞു. പതിനേഴാമത്തെ വയസ്സിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി സ്വന്തമായി ഒരു കരാട്ടെ പരിശീലന കേന്ദ്രം തുടങ്ങി വിജയവഴിയിലേക്ക് നീങ്ങുകയാണ് കരിവള്ളൂർ പേരളത്തെ PV ഹരിനന്ദന നായർ. പേരളം അമ്പലം റോഡിലാണ് ഹരിനന്ദനയുടെ JSKA എന്ന പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് ഇതിനകം തന്നെ പലരും ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയകിരീടം ചൂടിക്കഴിഞ്ഞു. JSKA കുമ്പളയുടെ കീഴിൽ നടന്ന ജില്ലാതല കരാട്ടെ മത്സരത്തിൽ ഗോൾഡ്, സിൽവർ മെഡലുകൾ നേടിയ അക്ഷത് കുമാർ, അനിഹ അഭിലാഷ് എന്നിവരും ബ്രൗൺസ് നേടിയ റയാൻ സുരേഷും ഹരിനന്ദനയുടെ ശിഷ്യഗണങ്ങളിൽപ്പെടും. പഠനത്തോടൊപ്പം തൊഴിലും ചെയ്യുക എന്ന ചിന്തയിൽ നിന്നാണ് ഈ കൊച്ചുമിടുക്കി ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയത്. JSKA കാസർഗോഡ് ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ VB സദാനന്ദനാണ് ഹരിനന്ദനയുടെ മാസ്റ്റർ. 6-ാം വയസ്സ് മുതൽ കരാട്ടയിൽ പരിശീലനം തുടങ്ങിയതാണ് ഹരിനന്ദന. സ്വന്തമായി തൊഴിലെടുത്ത് പഠനം നടത്തുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ അപൂർവമായ കാഴ്ചയാണ്. അത്തരത്തിലൊരു കാഴ്ചയാവുകയാണ് ഹരിനന്ദന. നിരവധി കരാട്ടെ മത്സരങ്ങളിൽ പങ്കെടുത്ത്
മെഡലുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. അത് ഹരിനന്ദനയുടെ വീടിന്റെ സ്വീകരണമുറി അലങ്കരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് വെച്ച് നടന്ന JSKA സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ 2 സിൽവർ മെഡലുകൾ ഹരിനന്ദന കരസ്ഥമാക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ പഠനത്തോടൊപ്പം ജോലി കൂടി ചെയ്യുന്ന ഹരിനന്ദനയെ പോലുള്ളവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് പിടിച്ചു നിർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കേരളത്തെ PU മുകുന്ദന്റെയും PV കുമാരിയുടെയും ഏക മകളാണ് ഹരിനന്ദന. JSKA കാസർഗോഡ് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ എൻ്റെ ശിഷ്യന്മാരായ അക്ഷത് കുമാർ, അനിഹ അഭിലാഷ്, റയാൻ സുരേഷ് എന്നിവർ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി. ഒക്ടോബറിൽ നടന്ന JSKA സൗത്ത് ഇന്ത്യ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ബ്ലാക്ക് ബെൽറ്റ് കാറ്റഗറിയിൽ കത്ത ആൻഡ് കുമുത്തെ കാറ്റഗറിയിൽ 2 സിൽവർ മെഡൽ എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഏഴിലോട് സ്വാമി ആനന്ദതീർത്ഥ നഗർ നാമകരണ പ്രഖ്യാപനവും വായനശാല ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. M. വിജിൻ MLA നാമകരണ പ്രഖ്യാപനവും വായനശാല ഉദ്ഘാടനവും നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണൻ കേരളത്തിലെ സ്ഥലങ്ങളുടെ കോളനി എന്ന പേര് മാറ്റാൻ നിർദ്ദേശിക്കുകയും സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഏഴിലോട് ചക്ലിയ കോളനി പ്രദേശത്തെ സ്വാമി ആനന്ദതീർത്ഥ നഗർ എന്ന നാമകരണ പ്രഖ്യാപനവും സാംസ്കാരിക നിലയത്തിൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. M. വിജിൻ MLA നാമകരണവും വായനശാല ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ പേര് ചക്ലിയ കോളേജിലെ പേര് മാറ്റണമെന്ന് ഇവിടെ തന്നെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ തീരുമാനത്തിന്റെ ഭാഗമായി ലഡാക്ക് വള്ളുവ കോളനി ഉണ്ടായിരുന്നു. വള്ളുവ കോളനിയുടെ പേര് മാറ്റി അത് പെരുമ്പുഴ ഗ്രാമം എന്നാക്കി. അത് നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ഈ നാട് സ്വാമി ആനന്ദതീർത്ഥ നഗർ SAT നഗർ എന്നാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ നാവിൽ കുറച്ച് പണിയുണ്ടാവും അല്ലേ, പറഞ്ഞ് ശീലിച്ചു വന്നത് അത് മാറ്റണം. അപ്പോൾ ഏതായാലും പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ സ്ഥലത്തിന്റെ പേര് മാറ്റി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാരായണൻ TP, T. പത്മനാഭൻ, AV മണിപ്രസാദ്, M. രവീന്ദ്രൻ, KP ദാമോദരൻ, TP രവി, MK സുരേഷ്, KP ദീപക്, K. പവിത്രൻ, BRC ട്രെയിനർ ജീവാനന്ദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചു. M. വിജിൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം M. വിജിൻ MLA നിർവഹിച്ചു. ഡിസംബറിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ലൈറ്റ് അനുവദിച്ചത്. MLAയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തിയാണ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. എന്നോട് ഈ നാടും ഈ ക്ഷേത്രവും ആവശ്യപ്പെട്ട 2 കാര്യങ്ങളാണ്. പെരുങ്കളിയാട്ടമാകുമ്പോഴേക്കും ഒരു ലൈറ്റ് ഈ ക്ഷേത്രത്തോട് ചേർന്ന് വേണം എന്നാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ കോക്കാട് പാണച്ചിറ റോഡ്, ആ റോഡ് അത് പൂർണ്ണമായും ടാർ ചെയ്ത് നവീകരിക്കണമെന്ന 2 ആവശ്യമാണ് പറഞ്ഞത്. ആ വേദിയിൽ വെച്ച് തന്നെ ഈ നാടിന് ഒരു ഉറപ്പ് നൽകിയിരുന്നു. അത് 2ഉം പെരുങ്കളിയാട്ടാകുമ്പോഴേക്കും എന്തായാലും MLA എന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ട് ശരിയാക്കും. അതിലിപ്പോൾ 1ന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. മിനിമാസ് ലൈറ്റ് MLA ഫണ്ടിൽ നിന്ന് 2.25 ലക്ഷം ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഹൈമാസ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത്. ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. MT സബിത, U. രാമചന്ദ്രൻ, K. സുരേഷൻ കോമരം, MV രവി, K. ജനാർദ്ദനൻ, C. കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് വനിതാ കൺവെൻഷൻ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് വനിതാ കൺവെൻഷൻ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ DYSP ഓഫീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്വപ്ന ദാസ് പ്രഭാഷണം നടത്തി. പേരമക്കളും മക്കളും തന്നോട് മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഒരമ്മ
അമ്മയോട് നമ്മൾ സംസാരിക്കുക. നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി പോലീസ് സ്റ്റേഷനിലൊക്കെ അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലും സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്കുകൾ, മുതിർന്ന പൗരന്മാരുടെ പരാതി കേൾക്കാൻ വേണ്ടി മാത്രം ഒരു ഹെൽപ്പ് ഡെസ്ക് പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പരാതികൾ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ആൾക്കാരുണ്ട് അവിടെ. ടി സരോജിനി ടീച്ചർ, കെ എം സുലോചന ടീച്ചർ, കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, എ രാമചന്ദ്രൻ, എൻ കെ രാഘവൻ മാസ്റ്റർ, എൻ വി കുഞ്ഞിരാമൻ, കെ വി സരോജിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി എം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. National Congress Zindabad. National Congress Zindabad. National Congress, National Congress, National Congress Zindabad. National Congress, National Congress, National Congress Zindabad. പയ്യന്നൂരിലെ പോലീസ് മൈതാനത്തിന് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നൽകണമെന്നും ഇവിടെ നെഹ്റുവിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കണമെന്നും നെഹ്റു ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി എം കെ രാജൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മോത്തിലാൽ നെഹ്റു, ആ മോത്തിലാൽ നെഹ്റുവിൻ്റെ പുത്രനായിട്ടാണ് ശ്രീ നെഹ്റു ജനിച്ചത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ നിയമബിരുദം നേടിക്കൊണ്ട് ഇന്ത്യയിലെത്തുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക്, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വ്യാപൃതനാവുകയും ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. എം നാരായണൻകുട്ടി, എ.പി. നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, പി. ലളിത ടീച്ചർ, എം. പ്രദീപ് കുമാർ, കാരയിൽ സുകുമാരൻ, എൻ. ഗംഗാധരൻ, ഇ.പി. ശ്യാമള, അത്തായി പത്മിനി, പി.വി. പ്രിയ, പള്ളിപ്പുറം രാഘവൻ, ടി.വി. ഗംഗാധരൻ, അർഷാദ് കൗവായി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തരിശുരഹിത പയ്യന്നൂർ മണ്ഡലം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കാങ്കോൽ ചോനോം കണ്ടം പാടശേഖരത്ത് വിത്ത് നടീൽ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി KP ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ തരിശുരഹിത കേരള പദ്ധതിയുടെ ഭാഗമായാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കാങ്കോൽ ചോനാം കണ്ടം പാടശേഖരത്തിലെ തരിശായി കിടക്കുന്ന 6 ഏക്കർ വയലിൽ നെൽകൃഷി ചെയ്യുന്നത്. ഇതിന്റെ വിത്തിടൽ കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി KP ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷി മാത്രമല്ല, നമുക്ക് ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള വാഴ, കിഴങ്ങുവിള, പച്ചക്കറി ഉൾപ്പെടെ എവിടെയും തരിശില്ലാത്ത ഒരു മണ്ഡലമായി ആദ്യം പ്രഖ്യാപിക്കാൻ ഈ പയ്യന്നൂരിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വരുന്ന മെയ് 30 ആകുമ്പോഴേക്ക് ഒരു തരിശുരഹിത ഭൂമിയും നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്ന് കണക്കാക്കിക്കൊണ്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തരിശുരഹിത പയ്യന്നൂർ മണ്ഡലം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് കർഷക സംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി കാങ്കോൽ ആലപ്പടമ്പ് കൃഷിഭവന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുന്നത്. ചോനോം കണ്ടം വയലിൽ നടന്ന ചടങ്ങിൽ KV പവിത്രൻ അധ്യക്ഷത വഹിച്ചു. മാത്തിൽ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് M. സന്ദീപ്, വാർഡ് മെമ്പർ PM വത്സല, K. ധനഞ്ജയൻ, P. കൃഷ്ണൻ, CK. ബാലചന്ദ്രൻ, പാടാച്ചേരി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ വിത്തിടൽ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പുതിയങ്ങാടി തലക്കലെ പള്ളിക്ക് സമീപം മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചു. M. വിജിൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിലെ പുതിയങ്ങാടി തലക്കലെ പള്ളിക്ക് സമീപം സ്ഥാപിച്ച മിനിമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം M. വിജിൻ MLA നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നാണ് മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത്. വാർഡ് മെമ്പർ മുക്കോലക്കൽ റഫീഖ് അധ്യക്ഷത വഹിച്ചു. നൌഷാദ് പഴയങ്ങാടി, M. കരീം ഹാജി, PV വേണുഗോപാൽ, CY ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഹരിത അംഗൻവാടി പ്രഖ്യാപനവുമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ചെറുതാഴം പഞ്ചായത്തിലെ 31 അംഗൻവാടികളും ഹരിത അംഗൻവാടികളായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ പ്രഖ്യാപനം നിർവഹിച്ചു. ഹരിത അംഗൻവാടി പ്രഖ്യാപനവുമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ 31 അംഗൻവാടികളും ഹരിത അംഗൻവാടികളായി മാറി. പ്രഖ്യാപനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ നിർവഹിച്ചു. എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക.
അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം നമുക്ക് കോളേജുകൾ, പിന്നീട് സ്കൂളുകൾ നമ്മൾ മുൻപന്തിയിലെടുത്തു. ഇപ്പോൾ ഒരു കോളേജ് നമ്മൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ആദ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമ്മുടെ കോപ്പറേറ്റീവ് കോളേജും ഇതുപോലെ ഹരിത കലാലയമായി പ്രഖ്യാപിക്കാൻ പോവാം. നമ്മുടെ പഞ്ചായത്തിലെ 8ഓളം വരുന്ന സ്കൂളുകൾ ഇതിനകം തന്നെ ഹരിത കലാലയങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.വി. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സബിത ടി.വി., അംബുജാക്ഷൻ പി.പി., ബ്ലോക്ക് മെമ്പർ യു. ശോഭ, ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ശോഭ ടി, ICDS സൂപ്പർവൈസർ ലീന കെ എന്നിവർ സംസാരിച്ചു. ജൂനിയർ സൂപ്രണ്ട് നിഷ KP, യൂത്ത് കോർഡിനേറ്റർ പ്രണവ് M എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷം നടന്നു. കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാപരിപാടികൾ അരങ്ങേറി. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷം നടന്നു. പ്രീ പ്രൈമറി കുട്ടികളുടെ നേതൃത്വത്തിൽ അസംബ്ലിയും ശിശുദിന റാലിയും നടത്തി. പ്രധാനാധ്യാപിക വീണാദേവി EN, സ്റ്റാഫ് സെക്രട്ടറി സുരേശൻ P, പ്രീ പ്രൈമറി അധ്യാപകരായ ശാരിക, ഷീബ, സുജന അജിത്, രാജിനി VV എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പേരളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. സമാപന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഹരിതസഭ സംഘടിപ്പിച്ചത്. ഹരിതസഭ ലക്ഷ്യം, പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ശിവപ്രിയ M സുജിത്തും നടപടിക്രമങ്ങളെക്കുറിച്ച് അനികേത എന്നും ലേഖനങ്ങൾ അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ ഓരോ സ്കൂളിനെയും പ്രതിനിധീകരിച്ച് കുട്ടികൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമാപന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. A ഷീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ശ്യാമള, PV കണ്ണൻ മാസ്റ്റർ, P ഹരികുമാർ, രമേശൻ, ശ്രീവിദ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം കണ്ണൂർ നെഹ്റു യുവകേന്ദ്ര, റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദി നേതൃത്വത്തിൽ നവംബർ 14 ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ചെറുതാഴം കണ്ണൂർ നെഹ്റു യുവകേന്ദ്ര, റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ നവംബർ 14 ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി LP, UP, HS, +2 വിഭാഗങ്ങൾക്ക് ക്വിസ് മത്സരവുമുണ്ടായി. ചടങ്ങിൽ K യദുകൃഷ്ണന്റെ അധ്യക്ഷതയിൽ U സുരേശൻ ഉദ്ഘാടനം ചെയ്ത് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. PP അനവദ്യ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ ശിശുദിനാചരണത്തിന്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിന്റെ കാരിക്കേച്ചർ രചനാ മത്സരവും അനുസ്മരണവും സംഘടിപ്പിച്ചു. 200ഓളം LP, UP വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ PV വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധിജിയുടെ ഉത്തമ ശിഷ്യനായിരുന്നു നെഹ്റു. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളായിരുന്നു ഗാന്ധിജിയുടെ ആളായിട്ട് നെഹ്റു, അല്ലെ? അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വളരെ ഗൗരവവും വളരെ ഒരുപാട് സമയത്തിന്റെ പ്രശ്നവും കൃത്യാന്തര വാമൂല്യവും ഒക്കെയുള്ള ആളാണ്. പക്ഷെ എങ്കിൽ പോലും എവിടെ കണ്ടാലും കുട്ടികളെ അദ്ദേഹം തന്റെ മാറോട് ചേർത്ത് നിർത്തുമായിരുന്നു. സ്കൂൾ പ്രഥമാധ്യാപകൻ ടോം, വായനശാല പ്രസിഡന്റ് VM രാമകൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് ടി നസീർ, ചിത്രകലാധ്യാപകൻ പീറ്റർ പയ്യന്നൂർ, നവീൻ, മനീഷ് കുമാർ, ജീന M, ലക്ഷ്മി, വായനശാല സെക്രട്ടറി KV കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശിശുദിനത്തിന്റെ ഭാഗമായി തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൽ ജലീൽ കാങ്കോൽ ഉദ്ഘാടനം ചെയ്തു. ശിശുദിനത്തിന്റെ ഭാഗമായി തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. തായ്നേരി അംഗൻവാടി സന്ദർശിക്കുകയും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ കുട്ടികളുടെ റാലി, മധുരം പകരൽ, സ്നേഹഗീതം, ചാച്ചാചരിതം എന്നിങ്ങനെയുള്ള പരിപാടികളും അവതരിപ്പിച്ചു. കൂടാതെ വിദ്യാർത്ഥിനികൾക്കു വേണ്ടി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പ്രമേയത്തിൽ ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഷൈജിത്ത് കരുവാക്കോട് ക്ലാസിന് നേതൃത്വം നൽകി.
PTA പ്രസിഡന്റ് അബ്ദുൾ ജലീൽ കാങ്കോൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് ഡിസ്ട്രിക്ട് സങ്കൽപ് ഹബ് ജെൻഡർ സ്പെഷ്യലിസ്റ്റ് അരുൺ കെ തമ്പാൻ ആമുഖ പ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ KV സമീർ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് SM, സ്റ്റാഫ് സെക്രട്ടറി മൻബൂബ് റഹ്മാൻ, അരുണ K സഫ്ന തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നാടകാചാര്യൻ NN പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി. നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ആദ്യാനുഭവമെന്ന് സിനിമാ താരം ജോജു ജോർജ്. കടന്നപ്പള്ളിയെ ദുഃഖത്തിലാഴ്ത്തി നാടകവണ്ടി ദുരന്തം. കടന്നപ്പള്ളി തെക്കേക്കര റെഡ് സ്റ്റാർ സംഘടിപ്പിച്ച നാടകോത്സവത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിച്ചു മടങ്ങിയവർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ ഒരുങ്ങി പയ്യന്നൂർ. കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് 40 വിദ്യാർത്ഥിനികൾ അണിനിരന്ന മെഗാ തിരുവാതിരയും കലോത്സവത്തിന് പ്രൗഢി കൂട്ടാൻ ഘോഷയാത്രയും നടന്നു. ചെറുകുന്ന് പള്ളിക്കരയിലും പുലിയെ കണ്ടതായി അഭ്യൂഹം. പുലിയെ കണ്ടെന്ന് പ്രദേശവാസിയായ മത്സ്യത്തൊഴിലാളി. വെള്ളോറ കക്കറയിൽ വളർത്തുനായയെ പുലി ആക്രമിച്ച നിലയിൽ. 2 പരിശോധന നടത്തി വനം വകുപ്പ് അധികൃതർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.